കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന് പുതിയ വിശേഷങ്ങൾ പറയാനുണ്ട്. കേരളത്തിലുടനീളം ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് വിസ്മയങ്ങൾ തീർക്കുന്ന CH സെന്ററുകൾ നമുക്കെന്നും അഭിമാനമാണ്. തൃശൂരിലും നമ്മുടെ സ്വപ്ന പദ്ധതിയായ CH സെന്ററിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് നമ്മുടെ തൃശൂർ മെഡിക്കൽ കോളേജ്. അതിൽ തന്നെ ഏറ്റവും മികച്ച ക്യാൻസർ ചികിത്സാ കേന്ദ്രമുള്ളതും ഇവിടെ തന്നെയാണ്. കീമോതെറാപ്പി, റേഡിയേഷൻ ഉൾപ്പെടെ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുള്ള ഈ സാധാരണക്കാരുടെ ആശുപത്രിയെ തൃശൂരിനു പുറമെ പാലക്കാട്, മലപ്പുറം ജില്ലക്കാരും ആശ്രയിക്കുന്നു. ദിനംപ്രതി 100 കണക്കിന് ക്യാൻസർ രോഗികളാണ് ഇവിടേക്കെത്തുന്നത്. അതിൽ ബഹുഭൂരിഭാഗവും പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരാണ്. ഇവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CH സെന്റർ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് തൊട്ടടുത്ത് 30 സെന്റ് സ്ഥലത്താണ് ഏകദേശം 15,000 സ്ക്വയർ ഫീറ്റിൽ കാരുണ്യ സമുച്ചയം ഒരുങ്ങുന്നത്. 2020 സെപ്റ്റംബർ 26-നാണ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ മഹത്തായ പദ്ധതിക്ക് ശിലാസ്ഥാപനം നടത്തിയത്. മഹാനവറുകളുടെ ആശീർവാദവും പിന്തുണയും നമുക്ക് കരുത്തായിരുന്നു. ഇന്നത് പ്രാർത്ഥനാപൂർവം സ്മരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും നിർമ്മാണം അതിവേഗത്തിൽ മുന്നോട്ടു പോയി. നാട്ടിലും മറുനാട്ടിലുമുള്ള മനുഷ്യസ്നേഹികൾ നമ്മുടെ CH സെന്ററിനെ ഹൃദയത്തിലേറ്റുകയായിരുന്നു. അവർ നൽകിയ സഹായങ്ങൾ വിവരണാതീതമാണ്. (2025) അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കണം. 3 നിലകളുള്ള കെട്ടിടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, മീറ്റിംഗ് റൂം, മയ്യത്ത് പരിപാലന ഹാൾ ഉൾപ്പെടെയുള്ള അഡ്മിൻ സെഷൻ, 1, 2, 3 നിലകളിലായി കീമോതെറാപ്പി, റേഡിയേഷൻ അടക്കമുള്ള ക്യാൻസർ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായുള്ള 22 റൂമുകൾ. ഏറ്റവും മുകളിൽ പ്രാർത്ഥനാ റൂം, കിച്ചൺ, ഡൈനിങ് ഏരിയ, ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം എന്നിവയാണ് ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തായി ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ 5 സെന്റ് ഭൂമി വാങ്ങുകയും പിന്നീട് 12 സെന്റ് ഭൂമി വാങ്ങാനുള്ള തയ്യാറെടുപ്പിലുമാണ്. കെട്ടിട നിർമ്മാണം ഏറ്റവും നിർണായകമായ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഏറ്റവും ചിലവ് പ്രതീക്ഷിക്കുന്ന ഇന്റീരിയർ ആൻഡ് ഫർണിഷിംഗ് വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കായി ഒരു ആംബുലൻസ് സർവീസ് ആരംഭിക്കാനും CH സെന്ററിന് സാധിച്ചു. ഏറ്റവും വേഗത്തിൽ നമുക്ക് ഈ സൗകര്യങ്ങൾ പാവപ്പെട്ട രോഗികൾക്കായി സമർപ്പിക്കണം. പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഓരോ പ്രവർത്തകരും, നമ്മോട് ചേർന്ന് നിൽക്കുന്ന അനേകായിരം മനുഷ്യരും കണ്ണിമ വെട്ടാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജീവവായു പോലെ കൊണ്ടുനടക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പിന്തുണയും കലവറയില്ലാത്ത സ്നേഹവുമാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഊർജം. സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഒരുമിച്ച് മുന്നേറാം. സ്നേഹമുള്ള മനുഷ്യരെ, നന്ദി, പ്രാർത്ഥനകൾ.